വരുമാനത്തിൽ 4.51% ഉയർച്ചയാണ് കണ്ടത്. അതായത് 2.5 ലക്ഷം കോടിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ലാഭത്തിലോട്ട് വരുമ്പോൾ 32.7% ഒരു കുറവാണ് റിലയൻസ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിറ്റ 6.94% എന്ന രീതിയിലുമുള്ളൊരു കണക്കാണ് നമുക്ക് ഇത്തവണത്തെ ഒരു റിലയൻസിൻ്റെ പാദഫലത്തിൽ കാണാൻ സാധിക്കുന്നത്. റിലയൻസിൻ്റെ ഒരു ചാർട്ട് ടെക്നിക്കലി ഇപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്റ്റഡി പർപ്പസിനായി നമുക്ക് നോക്കുമ്പോൾ കറൻറ്റ് മാർക്കറ്റ് സെനാരിയോയിൽ ബോക്സ് ബ്രേക്ക്ഔട്ട് ക്യാനിൽ പ്രോപ്പറായി വർക്ക് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ റീസെൻ്റ്ലി ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടു, അതുപോലെ ഫാർമ സെക്ടറിൽ കറൻറ്റ്ലി ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിലും കാണാൻ സാധിക്കുന്നുണ്ട്. എക്സാക്റ്റ് നോക്കുകയാണെങ്കിൽ 8 ഒക്ടോബറിൽ ഒരു മദർ ക്യാനിൽ ഫോം ചെയ്ത് അതിനുശേഷം കണ്ടിന്യൂസ് പ്രൈസ് കോൺട്രാക്ഷൻ ക്യാനിൽ ഫോം ചെയ്ത് എന്നിട്ട് ബോക്സ് ഹൈ ആയ 1389 എന്നത് ബ്രേക്ക് ചെയ്തതിനു ശേഷം 3 days ആയിട്ട് എക്സ്പ്ലോസീവ് മൂവ്മെൻ്റ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പെർട്സ് വിലയിരുത്തുന്നത് ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ്. കൂടാതെ വിഷ്ണു സൂചിപ്പിച്ച പോലെ റിലയൻസിൻ്റെ ഈ മുന്നേറ്റം നിഫ്റ്റിയെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1422 എന്നത് നിയർ ടേം സപ്പോർട്ടായി കൺസിഡർ ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കറൻറ്റ്ലി റിലയൻസ് ഒരു റാലി അറ്റംപ്റ്റ് ഫേസിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് അഡീഷണൽ ആയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്.